ഇപ്പോൾ ട്രാവൽ ടു ആർട്ട് ആൻഡ് ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പെടക്കാൻ പോണത് ഒരു സൂപ്പാണ് കേട്ടോ. സൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ സ്വീറ്റ് സൂപ്പ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്വീറ്റ് കോൺ ഒക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഇത് നോക്കിയാൽ നിങ്ങൾ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ചിക്കൻ്റെ എല്ലാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് പീസ് ചെയ്തിട്ട്, അതായത് ഈ എല്ലാം ഒന്ന് പീസ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം. അപ്പൊ നമുക്കൊന്ന് പീസ് ചെയ്യാം. കഴുകി നല്ല വൃത്തിയാക്കിയതാണ്. ഇത് കണ്ട, ഇത് കഴുത്താണ്. ചിക്കൻ്റെ എല്ല് ഞാൻ വെട്ടി പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചിക്കനൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വീട്ടിലെടുക്കുന്ന ചിക്കൻ്റെ എല്ല് മാത്രം എടുത്താൽ മതി. ഈ സംഭവം നമുക്കൊരു പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു ബിരിയാണി പോട്ടാണ്. ഈ സംഭവം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നതാണ്. ഏതാണ്ട് 15 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കൊരു 15 സൂപ്പാണ് വേണ്ടത്. എത്ര സൂപ്പ് വേണം അത്രയും വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിപ്പോരുന്നിട്ട് കുറച്ച് ഉപ്പ് ഇടാൻ പാടില്ല. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് സൂപ്പിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കഴിക്കാൻ നേരത്ത് നമുക്ക് ഉപ്പിടാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പിട്ടായിരുന്നു. ഇനി നമുക്കൊരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മൾ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ഈ കുരുമുളക് പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ സംഭവം ഒരു 15-20 മിനിറ്റോളം വേവിക്കണം. നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കുരുമുളക് ഇട്ട് ഉപ്പ് ഇട്ട് ഇനി ഈ വെള്ളം നമുക്കൊരു 15 മിനിറ്റ് വേവിക്കാം. ഒരു 15 മിനിറ്റ് ഇതിലൂടെ നമ്മൾ കത്തിച്ചളക്കട്ടെ. 15-20 മിനിറ്റ്. ചിക്കൻ്റെ എല്ലും വെള്ളവും അതുപോലെ തന്നെ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് ഒരു 15 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഇളക്കിയായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇത് കണ്ട, നോക്കിയേ. അങ്ങനെ ഒരു 15-20 മിനിറ്റ് ആയി. ഏതാണ്ട് 20 മിനിറ്റിൻ്റെ അടുത്തോളമായി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ എല്ലുകൾ എല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന എല്ല് വിറച്ചൊക്കെ ഉണ്ടല്ലേ, ഈ സംഭവം കോരി ഒന്ന് മാറ്റണം. നമുക്ക് ഈ സംഭവം ആവശ്യമുള്ളതാണ് കേട്ടോ. ഇത് കോരി കട്ടിക്കളഞ്ഞേക്കരുത്, നമുക്കിത് ആവശ്യമുണ്ട്. നമുക്കൊരു പ്ലേറ്റിനകത്തേക്ക് മാറ്റാതെ വെക്കാം. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കുറച്ച് സംഭവം കൂടി എടുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഇത് കുറച്ച് ക്യാരറ്റാണ്. അതുപോലെ തന്നെ ഇത് കോണാണ്. കോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. ഈ സംഭവം കോണ് നമ്മൾ അരച്ചെടുത്തതാണ്. ഈ സ്വീറ്റ് കോൺ നമ്മൾ അരച്ചെടുത്തതാണ്, മിക്സിയിലിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇത് മുട്ടയുടെ വെള്ളയാണ്. ഞാനൊരു 4-5 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് സെലറിയാണ്. ഇത്തരം സംഭവമൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമുക്കിനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതുമാതിരിയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്ക് ഈ സ്ട്രോക്ക് വാട്ടറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കോണ് അതും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ആ സംഭവം കിടക്കട്ടെ. ഇത് വന്നിട്ട് അരച്ചതാണ് കേട്ടോ, നന്നായിട്ട് മിക്സിയിൽ അരച്ചതാണ്. അതും നമ്മൾ കുറച്ചിട്ട് കൊടുക്കുന്നതാണ്. അത് സംഭവം കളറാകുന്നുണ്ട്. കോണിട്ടെങ്കിലും നമുക്ക് ഈ സൂപ്പിന് ഇത്തിരിയും കൂടി കട്ടി കിട്ടണമെങ്കിൽ കോൺഫ്ലവർ കലക്കി അതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഒരല്പം കോൺ എടുത്തിട്ടുണ്ടാണ്, അല്ല കോൺഫ്ലവർ എടുത്തിട്ടുണ്ടാണ്. കോൺഫ്ലവർ പൗഡറാണ്. ഇത് വെള്ളത്തിൽ കലക്കി തന്നെ ഒഴിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യണം. കാരണം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രീതിയിൽ തന്നെ സൂപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതും കുറച്ച് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി നമ്മൾ ഈ വാട്ടറിനകത്തേക്ക് ഒഴിക്കുന്നതിന്. അപ്പോൾ ഇത്തരം സംഭവം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇനിയാണ് നമ്മൾ ഇതൊന്ന് കത്തിച്ചു കൊടുക്കണം. വീണ്ടും ഒന്നത് കത്തിക്കണം. ഇതൊന്ന് മൂടി വെക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേറൊരു 1-2 പരിപാടിയും കൂടി ഉണ്ട്. ഇത് കണ്ട, ഇത് നമ്മളൊരു 3-4 മുട്ടയുടെ വെള്ളം എടുത്തതിന് ഈ വെള്ള ഒന്ന് വെട്ടണം. വെട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ അടിച്ചെടുക്കണം.
അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു ആവശ്യാനുസരണം ഇടാം. ഇത് കൂടുതൽ വേണമെങ്കിൽ ഇത് കൂടുതലിടാം. കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. മുട്ടയുടെ വെള്ളം നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ സംഭവം നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. ഇതുണ്ട അപ്പോൾ നമ്മുടെ സൂപ്പ് അവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മൾ കോരി വെച്ച എല്ലില്ലേ, അതിൻ്റെ അത് കുറേ ഇറച്ചിയൊക്കെ ഉണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റാം. ഈ ഇറച്ചിൻ്റെ അകത്ത് എല്ലിലിരിക്കുന്നത് കംപ്ലീറ്റ് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ സൂപ്പ് പേടച്ചടന്നിട്ടേ വേണം. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിടണം എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ സെലറി ഉണ്ടാ, ഈ സെലറിയും കൂടി ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഇത് നിങ്ങൾക്ക് സെലറി ഇടാം, പ്രിൻമുനിയൻ ഇടാം, ഏത് ഫ്ലേവറാണോ വേണ്ടത് അത് ഇടാം. പക്ഷെ സെലറി തന്നെ ആയിരിക്കും ഗംഭീരം. ഇനി നമുക്കിപ്പോൾ സൂപ്പ് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റാം. നമ്മുടെ സൂപ്പ് പേട്ടച്ചടണ്ട് കേട്ടോ. ഇത് കണ്ടാ നമ്മൾ സൂപ്പറായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി കഴിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. ഇവിടെ ഞാനിതൊക്കെ ഒന്ന് എല്ലാം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സംഭവം കണ്ട നമ്മൾ ആ ചിക്കൻ്റെ എല്ലിൽ നിന്നൊക്കെ പിടിപ്പിച്ചെടുത്ത് ഇറച്ചി, ഈ സംഭവം കുറച്ച് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സൂപ്പ് ഇട്ടിരിക്കുന്ന ആ പാത്രത്തിൻ്റെ അകത്തേക്ക് ഇടാമായിരുന്നു. പക്ഷെ ഇതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. ഇത് കണ്ട അപ്പോൾ കൃത്യമായിട്ടും എല്ലാ പ്ലേറ്റിനകത്തേക്ക് ഈ സംഭവം ചെല്ലും. കുളിക്കുന്നു. അപ്പോൾ നമ്മുടെ സൂപ്പ് കട്ടിയാണ്. സൂപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് നൈലും അതുപോലെ തന്നെ പാബ്ലോയൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് കഴിച്ചാലോ പാബ്ലോ? നൈലേ ഒന്ന് കഴിച്ചാലോ? എങ്ങനെയുണ്ടെന്ന് നോക്ക്. നല്ല ചൂടൊക്കെ ഉണ്ട്. സംഗതിപ്പെട്ട സംഭവം ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എടുത്ത് അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കണ്ട ചൊറിക്കാം, അതുപോലെ തന്നെ സോയാ സോസും കൂടി മിക്സ് ചെയ്ത ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സോസ് ഉണ്ട്. ഇത് ആവശ്യമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിൽ കഴിക്കി എന്ത് പറ്റി? അത് വേണമെങ്കിൽ കിട്ടോ. ഈ കുട്ടികൾക്ക് ഇത്തിരി കച്ചപ്പൊക്കെ ഇടുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇത്തിരി മധുരമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എങ്ങനെയുണ്ടോ അതില്? എന്തായാലും കിടിക്കേടുന്നുണ്ട്. കാരണം വളരെ നിസ്സാരമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടക്ക ഡിസ്ലൈക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ